നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ ഹവീന റബേക്കയുടെ കഥകൾ കേട്ടപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ തോന്നിയേക്കാം. കേരളത്തിലെ പല കുടുംബങ്ങളിലെയും യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഈ എപ്പിസോഡിൽ ഹവീനയോട് നമുക്ക് അവരുടെ യാത്രകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചും അവരുടെ ഭാവി പരിപാടികളെക്കുറിച്ചും സംസാരിക്കാം. ഹവീന, നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ടാണ് ഈ ഒരു യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഹെർ ഹോളിഡേയ്സ് എന്നുള്ള ഒരു യാത്രയുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി ആൾക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഗ്രൂപ്പാണല്ലോ, സ്ത്രീകളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. കമ്പനിയായിട്ട് മുമ്പോട്ട് പോയി ഒരുപാട് യാത്രകൾ നടത്തുകയും ചെയ്തു. ഏറ്റവും സുന്ദരമായ യാത്രകൾ ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ആക്ച്വലി ഈ സുന്ദരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പോയിരിക്കാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും നേച്ചർ സെൻട്രിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. അപ്പം അതിന്റെ കൂടെ വരുന്ന ആൾക്കാരായാലും എല്ലാം എനിക്ക് ഫാമിലി പോലെ ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് ഒറ്റ രാത്രി കൊണ്ടിട്ട് എന്തൊരു ക്ലോസ് ആവും എന്നറിയാം നമ്മള്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഞാൻ അവരോട് പറയാറുണ്ട്, മേ ബി നമ്മൾ ഇങ്ങനെ ക്ലോസ് ആവാനുള്ള കാരണം മേ ബി വി ആർ ഫോളോയിങ് ദ സെയിം ഡ്രീം. നമുക്കെല്ലാം ഒരു സ്വപ്നമാണ്, ഒരേ സ്വപ്നം നമ്മൾ പല വീട്ടിലിരുന്ന് ഒരേ സ്വപ്നം കണ്ടതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്ര പെട്ടെന്ന് അടുക്കാൻ പറ്റിയത് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏറ്റവും മനോഹരമായ ട്രിപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ആൾക്കാരും ആ സ്ഥലവുമാണ് അതിനെ ഏറ്റവും മനോഹരമാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സ്ക്യൂസ് മീ 1 സെക്കൻഡ്. എപ്പോഴും ആംബുലൻസ് ഇങ്ങനെ കൊറോണക്കാരാണല്ലോ, ഡിസ്റ്റർബൻസ് ആയോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വരുമ്പം നിർത്തിയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്താലും ശരി. അപ്പം അതെ, ചോദിച്ചോളൂ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അതായത് കണ്ട് നമുക്ക് മനസ്സിൽ നമ്മൾ സങ്കല്പിച്ച ഒരു സ്ഥലം, അതിനേക്കാൾ വളരെ മനോഹരമായ ഒരു സ്ഥലം, അങ്ങനെ? ഞാൻ ആക്ച്വലി ഒരു സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് പാലക്കാട് എത്തിയപ്പോ തോന്നിയത്. നമ്മൾ മലയാള സിനിമകൾ ആസ്വദിക്കുന്ന ആളുകളാണ്. ചേട്ടൻ അരവിന്ദനെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. പഴയ മലയാള സിനിമകൾക്ക് ഒരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ 90കളിൽ വളർന്ന ആളാണ്. അപ്പൊ ആ ഒരു നമ്മൾ ഈ ആദ്യമായിട്ട് ദൂരദർശനൊക്കെ കിട്ടുന്ന കാലത്ത് അത് മാത്രം ചിത്രഗീതം അതിലൊക്കെ വരുന്ന ആ ഒരു പഴയ പാട്ടുകളും പഴയ ഗ്രാമ ഭംഗിയും ഒക്കെ കാണിക്കുന്ന കുറെ പടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നും പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വളർന്നതും എന്റെ വീടിന്റെ ബാക്ക് സൈഡ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി കൊണ്ട് വളരെ മനോഹരമായിരുന്നു. എന്താ പറയാ, നെൽകൃഷി, പിന്നെ ഇതുപോലെ വരമ്പുകളും പുഴയും, പിന്നെ ഈ മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആമ്പൽപ്പൂക്കൾ വരും, പിന്നെ തോണി വരും, വള്ളക്കാർ വരും, താറാവുകാർ വരും, പിന്നെ കൊയ്ത്തുപാട്ടും. അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആളുകള് മോശമാണെങ്കിൽ പോലും ലൊക്കേഷൻ കൊണ്ട് അടിപൊളി ഒരു സ്ഥലമായിരുന്നു. അപ്പം അതിന്റെ ആ ഒരു ഗ്രാമീണ ഭംഗി മുഴുവനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ പാലക്കാട് ചെന്നപ്പോഴാണ് ശരിക്കും ഞാനത് കണ്ടത്. പാലക്കാട് ഈ ഒരു പഴയ തറവാട് വീടിന്റെ കളപ്പുര വീട് ഇപ്പൊ ഒരു ഹോം സ്റ്റേ ആക്കി അവിടെയാണ് താമസിച്ചതും. അതിന്റെ വാതിലുകൾ തുറന്നാൽ നേരെ കാണുന്നത് പച്ച വിരിച്ച നെൽപ്പാടങ്ങളും അതിനപ്പുറം നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുമാണ്. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. എന്തോ സ്വപ്നലോകത്ത് എത്തിയ പോലത്തെ ഒരു ഫീലിംഗ്. എനിക്ക് ഈ മറ്റേ ഗൂസ് ബംസ് കിട്ടാന്ന് അറിയില്ലേ നമ്മള്, അത് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചത് ആ ഒരു പാലക്കാട് ആ ഒരു ലൊക്കേഷനിൽ താമസിക്കും. പിന്നെ ഞങ്ങള് അവിടുത്തെ വീടുകളിൽ നല്ല ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി അവിടുത്തെ ആളുകളോട് സംസാരിച്ചു. അവിടെ കൈത്തറി നെയ്ത്ത് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ സംസാരിച്ചു. അങ്ങനെ എന്താ പറയാ, അത് ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു അനുഭൂതിയായിരുന്നു. പിന്നെ കുന്നുംപുറത്തുള്ള അമ്പലം, അത് നമ്മൾ പഴയ പാലക്കാട് സിനിമകളിൽ നമ്മൾ കാണൂലേ, ആ ഒരു എന്താ പറയാ, അതൊരു സ്വപ്നം പോലെ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞ പാലക്കാട് പോയ ട്രിപ്പ്. അതായിരുന്നു ഏറ്റവും കേരളത്തിനകത്തുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പാലക്കാടാണ്. കേരളത്തിന് പുറത്തേക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഹിമാചല് പോയതും അത് ഇതുപോലെ തന്നെ. എന്താ പറയാ, ഈ വെളുപ്പാൻ കാലത്ത് ഈ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. അതായത് ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോ ആദ്യത്തെ കിരണങ്ങൾ വീഴുമ്പോ അതൊരു ഗോൾഡൻ കളറായിട്ട് അത് ഉദിക്കുന്ന ആ ഒരു നിമിഷം മുതല് എന്താ പറയാ,
എനിക്ക് അങ്ങോട്ട് ഹിമാചലിന്റെ ഓരോ തരിയും ഇഷ്ടമാണ്. കാണുന്നതും കാറ്റും എല്ലാം നല്ല ഉൾഗ്രാമ പ്രദേശങ്ങളാണ്. പിന്നെ അവിടുത്തെ വീടുകള്, അവിടുത്തെ ആളുകള് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അതേപോലത്തെ ആ ഒരു എന്താ, പിന്നെ നമ്മളെല്ലാരും അവര് നോട്ട് ചെയ്യും. പക്ഷെ ഈ സിറ്റികളിലെ വ്യത്യാസം അതാണ്. അവിടെ ആരും നമ്മളെ മൈൻഡ് ചെയ്യൂല. അതേസമയം ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും നമ്മളെ നല്ലോണം കെയർ ചെയ്യും. അങ്ങനെ ആ ഒരു വേറെ തന്നെ ഒരു അനുഭൂതിയാണ് ഈ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ളത്. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഹിമാചലിനോടും പാലക്കാടിനും ഒക്കെ ഇഷ്ടം തോന്നാൻ വേറൊരു കാരണം. ആളുകൾ, അവിടുത്തെ ആളുകൾ. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പല സമയത്തും ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഹബീന തന്നെ പറഞ്ഞു, ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോ പറയാൻ, അതായത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ പെട്ടെന്നുള്ളൊരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് നോ പറയാം, നിനക്കിത് പറ്റില്ല. ഞാൻ പല സ്ത്രീകളും ഇങ്ങനെ ഈ പറയുന്ന പോലെ ഒരു സൊസൈറ്റിക്ക് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നില്ല, നീ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് പറ്റില്ല. അങ്ങനെയുള്ള നോ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടോ? എണ്ണാൻ പറ്റൂല, അതിൽ കൂടുതൽ കേട്ടിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ നോ കേൾക്കുന്നത് നല്ല ചെറുതായിരിക്കും. മേ ബി ഈ പറഞ്ഞ ഒരു 3-ോ 4-ലോ വല്ലതും പഠിക്കുന്ന സമയത്തായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്റെ വീട്ടില് ഇതുപോലെ തന്നെ അതിഥികൾ വരുമ്പം കുട്ടിയായിരിക്കും നമ്മൾ ചാടി ഇറങ്ങി പോകും. പക്ഷെ അത് നമ്മളൊരു പെണ്ണാവാറായി എന്ന് തോന്നിയത് ആ സമയത്ത് ഇതുപോലെ എന്താ പിന്നിൽ നിന്ന് അമ്മയുടെ വക വിളിയാണ്. ആരെങ്കിലും വരുമ്പം ചാടി അങ്ങോട്ട് പോകുമ്പോ ഡി അവിടെ നില്ലെന്ന് പറയും. എന്നിട്ട് വന്നിട്ട് തലയാട്ടിയിട്ട് പോവരുത് എന്നുള്ള രീതിയിൽ നോഡ് ചെയ്ത് കാണിക്കും. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ ഇനിയും പോവാനും തുള്ളാനും ചാടാനും ഒന്നും പാടില്ല. ഇനി ആൾക്കാർ വന്നു കഴിഞ്ഞാല് നമ്മൾ അടുക്കളയിൽ തന്നെ നിൽക്കണം, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആദ്യത്തെ നോകൾ അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഈ പഠിത്തത്തിന്റെ കാര്യത്തിലായ പോലും ഈവൻ ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് MBA എനിക്ക് പഠിക്കാൻ ഒരു എന്താ വീട്ടിൽ നിന്ന് സമ്മതിക്കാതെ എന്താ കാറ്റൊക്കെ എക്സാം ഒക്കെ എഴുതണമല്ലോ. അപ്പൊ അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പറയാണ്ട് പോയി പരീക്ഷ എഴുതാനൊക്കെ നോക്കി. അപ്പൊ ഞാൻ അമ്മയോട് മാത്രം പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയെ എന്തിനാണ് എവിടെയാണ്, ഞാൻ ഈ ബാങ്കിൽ പോയി പൈസ അടക്കണം ഈ എക്സാം എഴുതണമെങ്കിൽ. അപ്പൊ അതിന് ബാങ്കിന്റെ വാതിൽ വരെ ഞാൻ അമ്മയെ കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ടും അമ്മ വീണ്ടും അടുത്ത നോ പറഞ്ഞു. വീട്ടിൽ സമ്മതിക്കാതെ നീ ഒന്നും പഠിക്കില്ല എന്നോട് പറഞ്ഞു. അടുത്ത നോ അതായിരുന്നു. അതായത് അതിനടുത്ത് ഒരുപാട് നോകളുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയ നോകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നോ ഞാൻ കേട്ടു. അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ എനിക്ക് പൈസ അമ്മ തന്നില്ല. അപ്പം അവിടെ എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വേറെ ബന്ധുക്കളുടെയും എല്ലാം ഇടപെട്ടും അങ്ങനെ ഐ മീൻ നെയ്ബർ ഇടപെട്ടും അങ്ങനെയാണ് എനിക്കിതുപോലെ എന്താ ഞാൻ ഫെബ്രുവരി അവസാനത്തെ മാറ്റർ എഴുതി. അങ്ങനെ കുറെ എന്താ പറയാ കള്ളത്തരങ്ങൾ കാണിച്ചു ഞാൻ വീട്ടിൽ പോലും പറയാതെ പോയിട്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് എഴുതുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയാ നോകളുടെ മുൻപില് പക്ഷെ നമ്മൾ പിന്നീ കൂടെ പ്രവർത്തിക്കാൻ, നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാന്നല്ലാണ്ട് ഈ നോ കേട്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അന്ന് ഞാൻ അമ്മ പറഞ്ഞതുപോലെ അത് കേട്ടിട്ട് എക്സാം എഴുതാണ്ട് അവിടെ തോറ്റ് ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നിടത്ത് ഞാൻ നിൽക്കൂലായിരുന്നു. അത് പക്ഷെ ഞാൻ അമ്മയോട് പറയുന്നത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിരുന്നു. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു ഒരു പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പിന്നോട്ട് പോയത്. ഞാൻ എങ്ങനെ എവിടെ പോയി നിൽക്കും? ഞാൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ജോലി കിട്ടിയ സമയത്തായതുകൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഒരിടത്ത് പോയി എനിക്കൊരു വാടക കൊടുത്ത് നിൽക്കാൻ പറ്റിയത് തന്നെ. എനിക്ക് ആ സമയത്ത് ഞാൻ വീട്ടിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന ഞാനാണെങ്കിൽ എങ്ങോട്ട് പോകും? എന്റെ അടുത്ത് ഈ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടി പറഞ്ഞു അവൾക്ക് ജോലിയില്ല, അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നീ എവിടെയെങ്കിലും ഓൺലൈൻ കയറി അപ്ലൈ ചെയ്യും, അപ്പം പഠിച്ച അത് വെച്ചിട്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഡിഗ്രിയേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞൊരു എത്രയോ കാലമായിട്ട് ആ കുട്ടി വീട്ടിലിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കുക. പക്ഷെ അത് ചെയ്തത് കൊണ്ടാണ് എങ്ങനെയും പോയിട്ടൊരു അവസരം ഉണ്ടാക്കി ശ്രമിക്കാണ്ട് നമ്മുടെ ജീവിതം മാറില്ല. നമ്മൾ എപ്പോഴും നമുക്കൊരു 10 രൂപയെങ്കിൽ 10 രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്കല്ലാതെ എന്താ പറയാ വേറെ അഹങ്കാരം കാണിച്ച് അതിനോ ഇതിനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ ഓരോ ക്രൈസിസ് ഫേസ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അമ്മയും കൊണ്ട് മാറാൻ പറ്റിയത്, ഒരു കുറച്ചു നാളാണെങ്കിൽ പോലും ഞാൻ അമ്മയെ കൂടെ കൊണ്ട് നിർത്തിയത് അമ്മയുടെ ചെലവ്. അമ്മ ജോലിയൊന്നും ഇല്ലാത്ത ആളാ. അമ്മയുടെ ചെലവ് എനിക്ക് നോക്കാൻ പറ്റിയത് എന്തുകൊണ്ടാ? എനിക്ക് ജോലി ഉണ്ടായിരുന്നുകൊണ്ടാ. അല്ലെ പക്ഷെ എനിക്ക് അമ്മ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്റെ കൂടെ കൊണ്ടുവന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല.
അപ്പൊ അങ്ങനെ ആണ് പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കേണ്ടത്. അപ്പൊ ആൺകുട്ടികളായാലും തന്നെ എത്രയോ വീടുകളിലുണ്ട് ഇപ്പം വീട്ടില് പ്രഷർ കാരണം അമ്മയെ നോക്കേണ്ടി വരുന്ന ആൺകുട്ടികൾ. അവർ ആ സമയത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു സ്ഥാനത്തെത്തുക, ഇതുപോലെ ഇത് എന്താ ഒരു 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 കഴിവ് സ്വയമായിട്ട് എന്തെങ്കിലും വികസിപ്പിച്ചെടുക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് മാത്രം എനിക്ക്, ആണായാലും പെണ്ണായാലും നിങ്ങൾ. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടില് ഇതുപോലെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു മാറി താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്കിൽസ് കുറവാണ്. അതായത് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഇതൊക്കെ നമ്മൾ പെൺകുട്ടികൾക്ക് മാത്രം അസൈൻ ചെയ്ത് കൊടുക്കുന്ന ജോലിയാ അല്ല. അത് നമ്മുടെ സർവൈവലിന് വേണ്ടി ആണായാലും പെണ്ണായാലും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു ജെൻഡർ ജോബ് അല്ല. അത് ആൺകുട്ടികളായാൽ പോലും നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വന്നാൽ, നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിലേക്ക് നല്ല ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിച്ചു തിന്നാം. അതിനുള്ള ഉപകാരമാണ് ഈ കുക്കിംഗ് എന്നുള്ള കഴിവ് ഇതുകൊണ്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു ഇതായിട്ട് വലിയ എക്സ്പേർട്ടായി വലിയ ഷെഫ് ആവാനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു കഞ്ഞി വെക്കാനും 2 കൂട്ടം കറി വെക്കാനും ആണായാലും പെണ്ണായാലും പഠിച്ചു വെക്കുക. തുണി അലക്കാനുള്ളതും പഠിച്ചു വെക്കുക. ക്ലീനിങ്, വീട്ടിലെ പാത്രം കഴുകാനും ഈ വക എല്ലാത്തിനകത്തും എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും അത് ലൈഫ് സ്കില്ലാക്കി മാത്രം കൂട്ടിയാൽ മതി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തെറ്റായ പഠിപ്പില്ല. എന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ആണുങ്ങൾ പാത്രം കഴുകാൻ പാടില്ല, അവര് കഴിച്ചിട്ട് മേശപ്പുറത്തിട്ടിട്ട് പോകും, നമ്മളെ വേണം കഴുകി വെക്കാൻ, അങ്ങനെയാണത്. പക്ഷെ അത് എനിക്ക് ഉപകാരമായി. ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈവൻ ഒരുപാട് സിറ്റുവേഷനിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് കുക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അത് നന്നായി. അന്ന് ഞാനത് പഠിച്ചത് കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് മാറിയ സമയത്ത് എനിക്ക് കുക്കിംഗ് അറിയായിരുന്നു. എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനല്ലെങ്കിൽ എല്ലാ ദിവസവും ഹോട്ടലിൽ പോകും. അതെങ്ങനെയാ? അത് നടക്കൂല. അപ്പൊ ഞാൻ എനിക്ക് തന്നെ എനിക്ക് എവിടെ പോയാലും ഞാൻ ജീവിക്കും എന്നൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ വന്നത് ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ അതെല്ലാവരും പഠിക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അത് പെൺകുട്ടികളായാൽ പോലും ആരായാലും അത് കോമൺ അഡ്വൈസ് ആണ്. അത് എല്ലാവരും മനസ്സിലാക്കി വെക്കണം എന്ന് ഞാൻ പറയുന്നു. ഹവീന ഒരുപാട് ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലൂടെയൊക്കെ നടന്നിട്ട് യാത്ര ചെയ്യുന്നു. ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ആൾക്കാര്, യാത്ര ചെയ്യാത്ത ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്തിന് യാത്ര ചെയ്യണം? അതിനെക്കുറിച്ച് ഹവീന എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സ്ത്രീകൾ യാത്ര ചെയ്യും? സ്ത്രീകള് ആയിട്ടുള്ള ആളുകള് നമുക്കൊരു വിചാരമുണ്ട്, നമ്മുടെ വീടും നമ്മുടെ ഇത് മാത്രമാണ് ലോകം എന്ന്. അതിനപ്പുറം ജീവിതം ഇല്ലാന്ന് തന്നെയാ നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ വീട്ടമ്മമാർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് എന്റെ അമ്മ വളരെ വർഷങ്ങള് ഇപ്പോഴും അതെ, അമ്മ ഇപ്പോഴും വീട്ടിലെ അടിമ തന്നെയാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആ ഒരു വ്യക്തി ആദ്യമായിട്ട് ഞാൻ MBAക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഞാനന്ന് ഗോവയിലെ MRFലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. ഗോവയിലെ പോണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിച്ച് നിന്നിട്ടാണ് ഞാൻ ഇന്റേൺഷിപ്പിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ആ സമയത്ത് ഞങ്ങൾ ഈ ഞായറാഴ്ച ദിവസം അവിടെ ഒരു റായ്ബന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് മറ്റേ ഗോവ മെയിൻ നോർത്ത് ഗോവ അവരുടെ ക്യാപിറ്റൽ ഇതിലാണ്. ഇപ്പൊ റായ്ബന്ദർ എന്ന് പറയുന്ന സ്ഥലത്തൊരു പള്ളിയിൽ ഞങ്ങൾ ഞായറാഴ്ച പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒരു ബീച്ചിൽ ഇറങ്ങി. അന്ന് ബീച്ചിലേക്ക് നടക്കുന്ന വഴിക്ക് അമ്മ എന്നോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുട്ടുകുത്തേണ്ട സമയമാണ്. അത് പക്ഷെ അമ്മ തമാശയായിട്ട് പറഞ്ഞു. എന്റെ കൂടെ ഈ പറഞ്ഞ ഈ ആങ്ങളെയും ഉണ്ടായിരുന്നു, കസിനും ഉണ്ടായിരുന്നു, അമ്മയുടെ ആങ്ങളയുടെ മോൻ. പുള്ളി ഇതുപോലെ തന്നെ ഞങ്ങള് ഗോവയിലായോണ്ട് ചാടിക്കുത്തി അങ്ങ് വന്നതാണ്. അപ്പൊ അങ്ങനെ അവർ രണ്ടും പക്ഷെ ചിരിച്ചിട്ട് മുന്നോട്ട് തന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് തോന്നിയത്. കാരണം അമ്മ പുട്ടുകുത്തലല്ലാതെ അമ്മയുടെ ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും പള്ളിയിൽ പോകുമ്പോ പോലും അമ്മയെ വീട്ടിൽ നിർത്തുമായിരുന്നു. എന്തിനാ? എല്ലാരും വരുമ്പോഴത്തേക്ക് പുട്ടും കറിയും കടലയും റെഡിയാക്കി വെക്കാൻ. അതായിരുന്നു അമ്മയുടെ ജീവിതം. അതിനപ്പുറം അമ്മയ്ക്ക് ഒരു സ്വപ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ അമ്മ ഈ 1.5 മാസം ഞാൻ ഈ ഗോവയിൽ നിന്ന സമയത്ത് അമ്മ എന്താണെന്നറിയോ, ഈ സന്ധ്യ കഴിഞ്ഞ പുറത്തിറങ്ങാത്ത ഈ അമ്മ, ഇപ്പൊ ഞങ്ങളാണേലും അങ്ങനെ തന്നെ, ആ അമ്മ ഗോവയില് സന്ധ്യക്ക് 6:30 ആകുമ്പോൾ അമ്മ ഷോപ്പിങ്ങിന് പോകത്തുള്ളൂ. അമ്മ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലോകത്തെടുത്ത്, ഇത് നമ്മള് പ്ലാനറ്റ് വിട്ടു പോയ ഒരു ഫീലിങ്ങിലായിരുന്നു അമ്മ അവിടെ ഉണ്ടായിരുന്നത്. കാരണം അവിടെ ലൈഫ് തുടങ്ങുന്നത് അവിടെയാ. ആ സമയത്ത് ആരും നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നുമില്ല. ഈ കേരളത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്. ബാക്കി പുറത്തേക്ക് മിക്ക സ്ഥലത്തും പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ആൾക്കാർ നമ്മളെ മൈൻഡും കൂടി ചെയ്യത്തില്ല. അവിടെയൊക്കെ ലൈഫ് അവനവന്റെ ജീവിതം അവനവൻ ജീവിക്കുകയാണ്. ആരും ആരെ കുറിച്ചും ബോധേഡല്ല. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷം ആരുടെയും ജീവിതത്തിൽ തലയിടാനോ അവരത് ചെയ്യരുതെന്നോ ഇവരിത് ചെയ്യരുതെന്നോ പെണ്ണുങ്ങൾ ആ സമയത്ത് പുറത്തിറങ്ങരുതെന്നോ അങ്ങനൊന്നും ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ, അമ്മ അവിടെ ചെന്നിരുന്നു. അമ്മ ശരിക്കും പറഞ്ഞ ടോട്ടലി
ഒരു എന്താ അമ്മയുടെ ആ ഒരു പുട്ടുകുത്തൽ ജീവിതത്തിൽ നിന്ന് അമ്മ ആദ്യമായിട്ട് വേറെന്തോ ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്ത് അമ്മ തന്നെ അമ്മയെ ഗൈഡ് ചെയ്യാൻ തുടങ്ങി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അമ്മയുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ആയിട്ടാണ് ഞാൻ തോന്നിയത്. പക്ഷെ വീണ്ടും 1.5 മാസം കഴിഞ്ഞപ്പോൾ ലൈഫ് ബാക്ക് ടു നമ്മുടെ വീടായല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവിതത്തിൽ വലിയ കാര്യമായിട്ടൊന്നും മാറിയൊന്നുമില്ല. അമ്മ വീണ്ടും പഴയ ടിപ്പിക്കൽ വീട്ടമ്മയായിട്ട് തന്നെ അമ്മ ജീവിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ആ ഒരു മാസം 1.5 മാസം ഞാൻ കണ്ട ആ ഒരു ഇത് ട്രാവൽ ചെയ്തുകൊണ്ട് മാത്രം അമ്മയുടെ ലൈഫിൽ വന്നതാന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അത് ആരോടും തന്നെയാണ് മറ്റു വാശിക്ക് സ്ത്രീകളോടും പറയാനുള്ളത് അത് തന്നെയാണോ? അതെ. ഓക്കെ. അപ്പം എക്സ്പ്ലോർ ചെയ്യുക, പുതിയ ലോകങ്ങൾ കാണുക, നമ്മുടെ ചിന്താഗതി മാറ്റുക, ഇതൊക്കെ തന്നെ അല്ലേ? ഈവൻ നമ്മളുടെ പൊസഷൻ എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെ പോകും. അത് പൊതുവെ എനിക്ക് എല്ലാവരോടുമായിട്ടും പറയാനുള്ളതാ. അതായത് നമ്മൾ ഒരിടത്ത് ജനിക്കുന്നു, നമ്മൾ അവിടെ കുറെ പ്രോപ്പർട്ടി വാങ്ങുന്നു, അതിനകത്ത് തന്നെ നമ്മൾ അവിടെ കിടന്ന് കുറെ വെട്ടിപ്പിടിക്കുന്നു, അവിടെ തന്നെ ജീവിക്കുന്നു, അവിടെ തന്നെ മരിക്കുന്നു, നമ്മൾ അതിന്റെ ബാക്കിയെടുത്ത് മക്കൾക്ക് കൊടുക്കുന്നു, മക്കളും അവിടെ തന്നെ കുറെ കാലം വെട്ടിപ്പിടിച്ച് ജീവിക്കുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതേസമയം ഈ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ കുറെ നാളും വർക്ക് ചെയ്യുന്നു, അവർ ആ കിട്ടുന്ന പൈസ കൊണ്ട് ലോകം കാണുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുനാൾ വർക്ക് ചെയ്യുന്നു, വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മക്കളെ അവരൊരു പ്രായമാകുമ്പം അവര് തന്നെ മക്കൾക്കുള്ളത് മക്കള് തന്നെ ഉണ്ടാക്കുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കണം. നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബാധ്യത പോലെ നമ്മൾ മക്കളെ ഉണ്ടാക്കുന്നത് തന്നെ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ആവണം. നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു പൊസഷൻ, നമുക്ക് ആർത്തി, നമുക്ക് എല്ലാം വെട്ടിപ്പിടിക്കണം, എന്തൊക്കെയാ ഈ പള്ളി വഴക്കൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടു വളർന്നുകൊണ്ട് തന്നെ എനിക്ക് ഈ സഭ എന്നൊക്കെ കേൾക്കുന്നതന്നെ ഇതായിരുന്നു, ചതുർത്ഥിയായിരുന്നു. കാരണം ഇത് തന്നെ എല്ലാം ഈ സ്വത്താ പ്രശ്നം. എല്ലാവരും ഇപ്പൊ എന്റെ പേരിൽ ഈ കേസ് നടക്കുന്ന എല്ലാം സ്വത്താ പ്രശ്നം എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ടെന്റ് കിട്ടിയാൽ മതി, അവിടെ എന്നെ ഉപദ്രവിക്കാതെ. ഞാനൊരു സിബിനാണ്, ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടില് അടച്ചുറപ്പുള്ള കെട്ടിടത്തിനകത്ത് ഞാൻ സേഫ് ആയിട്ട് കിടന്നുറങ്ങിയിട്ടില്ല. അതേസമയം ഒരു സിബിട്ട കൂട്ടുന്ന ഒരു ടെന്റിനകത്ത് ഞാൻ എത്ര സേഫ് ആയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാറുണ്ടെന്ന് അറിയോ? ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് സ്പേസ് വേണ്ട, നമുക്ക് ജീവിക്കാൻ അത്ര സ്പേസ് മതി. ആ ഒരു ടെന്റിനകത്ത് അടുക്കി ചിലപ്പോൾ 5 പേരൊക്കെ കിടക്കും. ആ 5 പേർക്ക് തമ്മിൽ തല്ലാനോ വഴക്ക് പിടിക്കാനോ ഒന്നും നേരെയില്ല. അവര് പിറ്റേ ദിവസം ആളെ നേരം വെളുത്ത് സൺറൈസ് കാണണം, അത് മാത്രമേ എല്ലാവരും മനസ്സിലുള്ളൂ. രാത്രി കുറച്ചു നേരം ഫയറിന്റെ കീഴിലിരിക്കും, കുറെ നേരം പാട്ട് പാടും. ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ്. ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഇതാണ് എനിക്ക് എല്ലാവരോടുമായിട്ട് യാത്ര. ഇപ്പൊ ഒരു 21 ഗ്രൂപ്പ് ട്രിപ്സ് ഇതുവരെ ഓർഗനൈസ് ചെയ്തു അല്ലേ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പം അങ്ങനെ ഒരു ഇത്ര യാത്ര ചെയ്തെന്നുള്ള രീതിയിൽ ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ, ഉപദേശം എന്നുള്ളതല്ല, ഒരു ഗൈഡ് ലൈൻ. ഇപ്പം ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട. ആക്ച്വലി മെയിൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മൈൻഡിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. നിങ്ങൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് എപ്പോഴും അതായത് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ഒരു മൂന്നാർ പോവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം അവിടെയും കോണ്ടാക്ട്സ് വേണം, എല്ലാരോടും ചോദിച്ചു പറഞ്ഞ്, പിന്നെ മാത്രമല്ല എല്ലാരോടും മിങ്കിൾ ചെയ്ത് നിങ്ങൾ പോണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ വീട്ടിൽ പറയോ പറയാതെയോ പക്ഷെ അല്ലെങ്കിൽ വേറൊരാള് നിങ്ങളുടെ ഫ്രണ്ട് ആവാം, ആരുടെയെങ്കിലും കുറച്ച് പേരുടെ കോണ്ടാക്ട്സ്, പിന്നെ അവിടുത്തെ പോലീസ്, അങ്ങനത്തെ പെൺപിള്ളേരാണ് എസ്പെഷ്യലി അവിടുത്തെ ലോക്കൽ പോലീസുള്ള സെക്യൂരിറ്റി, ആ വക കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഈ പറഞ്ഞ കോണ്ടാക്ട്സ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ മൈൻഡിൽ വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേരൊക്കെ ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ട്രാവൽ ചെയ്യുന്ന പെൺപിള്ളേരെ ഏതാണ്ട് ഔട്ട് ഗോയിങ് ആയിട്ട് കാണുന്ന കുറെ കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ചിലപ്പം ഈ പറഞ്ഞ ഡൽഹി റേപ്പ് കേസ് അറിയാലോ, ആ കുട്ടി 8 മണിക്ക് പുറത്തിറങ്ങി എന്നുള്ളതായിരുന്നു ആ കുട്ടിയുടെ മേലെ കണ്ട കുറ്റം. അപ്പൊ അങ്ങനെ കാണുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് മനസ്സിൽ ഒന്ന് ജസ്റ്റ് വെച്ചേക്കുക. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് നേരെ തിരിച്ച് എനിക്ക് ഇപ്പൊ ആൺകുട്ടിയോടായാലും ആണുങ്ങളായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൂടെ പോകുന്നവനും കാണും ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കുക. അവരെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. അവർക്കും ജീവിക്കട്ടെ, അവരും ജീവിക്കട്ടെ അവരുടെ ജീവിതം. നമ്മൾ ആരുടെയും സ്വാർത്ഥമായിട്ട് ഒന്നും പിടിച്ചെടുക്കാനോ അല്ലെ അവരുടെ നിന്നൊന്നും കവർന്നെടുക്കാനോ നോക്കണ്ട. അവരവരുടെ പാട്ടിന് വിടുക. ഒരു കമന്റടി പോലും ചിലപ്പോൾ ഒരാളെ തളർത്തുന്നുണ്ടാവാം.
എന്തോ ഒരു മനസ്സിൽ എന്തോ ധൈര്യം സംഭരിച്ച് എങ്ങോട്ടോ പോവാൻ പുറപ്പെട്ടിറങ്ങിയ ഒരു കൊച്ചിനെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ തളർത്തുന്നത്. അതൊന്നും ചെയ്യാതിരിക്കുക. എല്ലാരെയും കഴിവതും അവരവരുടെ പാട്ടിന് വിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ട്രാവൽ ചെയ്യുമ്പോൾ വേണ്ടത് നിങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആവുക. ഇപ്പൊ നമ്മളൊരു പാൻഡമിക് കൂടെ കടന്നു പോകല്ലേ, ഒരു ദുരന്തം നമ്മൾ ഫേസ് ചെയ്യാണ്. എത്ര ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു, ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ഒത്തിരി പേരും പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇനിയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമറിലി മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുക. നേച്ചറിനെ നമ്മൾ ഉപദ്രവിക്കരുത്. നമ്മളൊരു വേസ്റ്റ് ആണെങ്കിൽ പോലും, ഞാനൊക്കെയാണ് എന്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ബാഗിന്റെ സൈഡിൽ മറ്റേ ബോട്ടിൽ വെക്കുന്ന ചെറിയൊരു നെറ്റ് പോലത്തെ സാധനം ഉണ്ടാവല്ലോ, ഒരു മുട്ടായി കവർ ആണെങ്കിൽ പോലും ഞാൻ അതിലേക്ക് ഇടും. ഒരു കുപ്പി വെള്ളം കുടിക്കാൻ കൊണ്ടുപോയ കുപ്പിയാണെങ്കിൽ പോലും അത് ബാഗിൽ തന്നെ വെച്ചിട്ട് അടുത്ത വേസ്റ്റിന് എവിടെയാണോ കാണുന്നത് അതുവരെ ഞാനത് ചുമക്കും. നമുക്കത് ഫുൾ അതിനകത്ത് വെള്ളം ഉള്ളപ്പോ ചുമക്കാമെങ്കിൽ കാലിക്കുപ്പി ചുമന്നാൽ എന്താ, നമുക്ക് അത്രയില്ല ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളത് അല്ലെങ്കിൽ അത് ഈ ഒന്ന് ഞെക്കി പരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസും അത് എടുക്കത്തില്ല, കാലി ബോട്ടിലിന്റെ എയർ എടുക്കുന്ന സ്പേസും എടുക്കത്തില്ല. അപ്പൊ നമുക്ക് അത്രയും വെയിറ്റും ഇല്ല. അപ്പൊ അത് മാക്സിമം അതുകൊണ്ട് എക്കോ ഫ്രെയിമും വിടാതെ, നേച്ചറിനെ ഉപദ്രവിക്കാതെ, പിന്നെ ഇതുപോലെ മാക്സിമം നമ്മൾ ആൾക്കാരെ ഉപദ്രവിക്കാതെ ആണ് ട്രാവൽ ചെയ്യുന്നവരോട് ഇനി പോകുന്നവരോടും എനിക്ക് പറയാനുള്ള ബേസിക് ഒരു റിക്വയർമെന്റ്. അത് നിങ്ങൾക്ക് ഉണ്ടാവണം. റെസ്പോൺസിബിൾ ആയിരിക്കുക ഭൂമിയോടും മറ്റുള്ളവരോടും. പിന്നെ ഇത്രയും യാത്ര ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടെ, ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യാറുണ്ടോ? ഏതെങ്കിലും രീതിയിൽ എഴുതി വെക്കാറുണ്ടോ? അല്ലെങ്കിൽ ഭാവിയിലേക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആണോ, ട്രാവൽ ബ്ലോഗ് പോലെയാണോ? ഏതെങ്കിലും രീതിയിൽ ഓർമ്മകളും ഈ പറയുന്ന രസകരമായ അനുഭവങ്ങളും ഒക്കെ എവിടെയെങ്കിലും എഴുതി വെക്കാറുണ്ടോ? നാളെ ചിലപ്പോൾ ഒരു പുസ്തകം എഴുതേണ്ടി വന്നാൽ റെഫറൻസിന് വേണ്ടി സ്വന്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഇതുവരെ ചെയ്ത ട്രാവലിൽ ഞാൻ എങ്ങും എഴുതിയില്ല. അത് ഞാനത് എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ എഴുതി വെക്കേണ്ടതായിരുന്നു. പക്ഷെ എന്റെ അടുത്ത് എന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞ, എന്നെ മെമ്മറൈസ് ചെയ്യാൻ, ഓരോ മൊമെന്റും മെമ്മറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോ എടുക്കും. എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോട്ടോഗ്രാഫി ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ മൊബൈലിൽ ഞാൻ ഇങ്ങനെ ഓരോ സ്പെഷ്യൽ മൊമെന്റ് വരുമ്പോഴും ഞാൻ അത് ക്യാപ്ചർ ഒന്നെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു ട്രിപ്പിന്റെ ഒരു വീഡിയോ, ഒരു ഫോൾഡർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ട്രാക്ക് എനിക്ക് കിട്ടും, ഏകദേശം ഉണ്ടായിരുന്നിട്ടുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് എല്ലാം. അപ്പൊ അത് ഞാൻ കൂട്ടി വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും എഴുതി വെക്കണം എന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. പിന്നെ പഴയ കാര്യങ്ങളായ പോലും ഞാൻ അത് പണ്ട് ഈ ജോലി കിട്ടിയ സമയത്താണ് ഞാൻ ഇതുപോലെ, എനിക്ക് ഡിപ്രഷൻ കയറിയ സമയത്ത് ഞാൻ എന്റെ പഴയ ലൈഫ് സ്റ്റോറി ഒക്കെ ഞാൻ എഴുതാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു 5-6 വ്ലോഗായപ്പോ ഞാൻ നിർത്തി. കാരണം എനിക്ക് ഓർക്കും തോറും വിഷമം, ഞാൻ ഓർക്കും തോറും ഇരുന്ന് കരയുമായിരുന്നു അന്ന് ഞാൻ ഡിപ്രഷൻ സ്റ്റേജിൽ എഴുതിയോണ്ടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ പറയുന്നതാണെങ്കിൽ പോലും അതിനകത്ത് തന്നെ ഞാൻ കരയാറില്ല. ഇപ്പൊ ഞാൻ എല്ലാം പോസിറ്റീവ് രീതിയിൽ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ പഴയ കാര്യങ്ങൾ എനിക്ക് എഴുതി വെക്കണം എന്നുള്ള ഒരു ഓട്ടോബയോഗ്രഫി ഇട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഈവൻ ചെറിയ കുട്ടികൾക്ക് വരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് അവരുടെ ലൈഫിൽ ഒരു അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും അവർക്ക് ക്ലിയർ ആവുന്ന, അല്ലെങ്കിൽ പേരൻസിന് യൂസ്ഫുൾ ആവുന്ന, ഒരു കുട്ടിയെ വളർത്തുമ്പം അവർക്ക് നോക്കണ്ട, അങ്ങനെയുള്ള കുറെ കണ്ടന്റുകൾ എനിക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് എഴുതി വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം ആ ഒരു പഴയ ഒരു ബ്ലോഗ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ റിട്ടേൺ സാധനങ്ങളൊന്നും ഇല്ല എന്റെ കയ്യിൽ. ആരെങ്കിലും ഒക്കെ ജീവിതത്തില് സ്വാധീനിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ധൈര്യപൂർവ്വം എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലൂടെ നടന്ന് മുമ്പോട്ട് പോകാനായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? എന്നെ ആക്ച്വലി പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റാണ് കൂടുതൽ. അതായത് ഒരാൾ എങ്ങനെ ആവരുത് എന്ന പാഠം പഠിപ്പിച്ച ആളുകളാണ് എനിക്ക് ചുറ്റും കൂടുതലുള്ളത്. പക്ഷെ ട്രാവലിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതും ട്രാവൽ കമ്പനി തുടങ്ങിയതൊക്കെയാണ്. അതുകൊണ്ട് ട്രാവൽ ഫീൽഡിൽ അങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടൊന്നും അങ്ങനെ ഒരു പ്രത്യേക ഒരാളുടെ പേര് എനിക്ക് പറയാനില്ല. പക്ഷെ എന്റെ ലൈഫിൽ ബി പോസിറ്റീവ് എന്നുള്ള, അതായത് ആ ഒരു നമ്മളുടെ എനർജി, അതായത് എത്ര നമ്മളുടെ പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്ത് അതിന്റെ മേലെ സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകണം എന്നുള്ള പാഠം അത് എന്നെ പഠിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു സിറ്റുവേഷൻ വന്നാലും ഡൗൺ ആവാത്ത ആൾക്കാർ. അത് ഈവൻ ഫ്രണ്ട്സ് ആയിരിക്കാം, കുറെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. പിന്നെ ഇതുപോലെ ഈവൻ ഞാൻ ട്രിപ്പിൽ പോയപ്പോ ആണെങ്കിൽ പോലും കണ്ട ഒരു ഫാമിലി ഉണ്ട്. അതായത് ഫാമിലി എന്ന് വെച്ചാൽ
പാലക്കാട് കണ്ട ഒരു കപ്പിളാണ്. പ്രായമായ രണ്ടുപേരും, അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ ഉപേക്ഷിച്ചു പോയി. അവർക്ക് വേറെ ശരിക്കും പറഞ്ഞാൽ വേറെ ആരും ഇല്ല എന്ന് തന്നെ പറയാം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുക. അവരുടെ ഇപ്പോഴത്തെ ഈ ഹോബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഇങ്ങനെ ഗസ്റ്റിനെ ഒക്കെ എടുക്കുക, അവർക്ക് ഇച്ചിരി ചോറ് കൊടുക്കുക. എന്നിട്ട് ആ കുട്ടികൾ നമ്മളൊക്കെ പോലെ ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവരോട് വർത്താനം പറഞ്ഞ് മക്കളെ എന്ന് വിളിച്ചിട്ട് വർത്താനം പറയാ. അപ്പൊ അങ്ങനെ, അതായത് എന്തൊക്കെ നമുക്ക് ലൈഫിൽ നഷ്ടപ്പെട്ടാലും അതൊക്കെ പോട്ടെ, അതതിന്റെ വഴിക്ക് പോട്ടെ, നമുക്ക് ഇപ്പൊ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് കാണുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇൻസ്പിറേഷൻ ആയ ഒരുപാട്, പോസിറ്റിവിറ്റി കൊണ്ട് ഇൻസ്പിറേഷൻ ആയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ട്രാവൽ ഫീൽഡിൽ അങ്ങനെ എനിക്ക് ഒരു, പിന്നെ ഈ ഫോട്ടോ എടുക്കുന്നവരെ കുറെ ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലാതെ. പക്ഷെ ഞാൻ അതങ്ങനെ ഒരു പ്ലാൻഡ് ഒരു 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 എന്താ ഒരു ഇതല്ലാത്തത് കൊണ്ട് അങ്ങനെ ആ ഫീൽഡിൽ മാത്രം പറയാൻ അങ്ങനെ കൃത്യം നെയിം ഒന്നുമില്ല. ഇപ്പം കോവിഡിന്റെ കാലമാണല്ലോ, അപ്പം ഈ സമയത്ത് യാത്രയൊന്നും നടക്കാറില്ല. ഇനിയിപ്പോ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ട്രിപ്പ് എനിക്ക് തനിയെ പോകണം എന്നുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ ഈ ഉത്രാളിക്കാവ് കേട്ടിട്ടുണ്ടോ? പാലക്കാട് പിന്നെ തൃശ്ശൂരിന് ഇടയ്ക്ക് വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല നെൽപ്പാടത്തിന്റെ നടുക്ക് ഒരു അമ്പലമാണ്. അപ്പൊ അത് അതെ ക്ഷേത്രമാണ്. അപ്പൊ അത് അവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാവ് എന്നാ വിളിക്കാറ്, ക്ഷേത്രമൊന്നും അല്ല. അവിടുത്തെ ആൾക്കാര് ഉത്രാളി കാവ് എന്നാ വിളിക്കാറ്. അപ്പം ആ കാവില് പോകണമെന്ന് എനിക്കത് ഭയങ്കര, ഞാൻ പോയിട്ടുണ്ട്, 3-4 വട്ടം പോയിട്ടുള്ള സ്ഥലമാണ്. അവിടെ പോയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്തോ ഒരു ഇതാണ്. അപ്പൊ എനിക്ക് അവിടെ പോയി, അത് സ്വന്തമായിട്ടല്ല, അത് ഇവന്റ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന. ആദ്യം തന്നെ പാലക്കാടിന് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിലൂടെ എല്ലാ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സ്ഥലങ്ങളെല്ലാം കാണാൻ. അപ്പൊ അങ്ങനെ ഒത്തിരി റിക്വസ്റ്റും ഉണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര താല്പര്യമാണ് പാലക്കാട് പോകണമെന്ന്. പിന്നെ അതുപോലെ എന്താ പറയാ, ഔട്ട് ഓഫ് കേരള ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളത് ഒന്നെങ്കിൽ സ്പ്രിംഗ് സീസൺ ആണ്, പൂക്കളുടെ കാലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരാഖണ്ഡില് ഇപ്പം വേൾഡ്സ് ലാർജസ്റ്റ് മറ്റേ ടുലിപ്പ് ഗാർഡൻ വന്നിട്ടുണ്ട്, കേട്ടോന്ന് അറിയില്ല. അപ്പൊ അത് ടുലിപ്പ് ഗാർഡൻ ശരിക്കും പറഞ്ഞാൽ നെതർലാൻഡ്സിനെക്കാട്ടി വലിയ ഗാർഡനാ വന്നിരിക്കുന്നതെന്നാ കേട്ടത്. അപ്പൊ അത് അതിന്റെ ഫ്ലവറിംഗ് സീസൺ ഈ പറഞ്ഞ മെയ് തൊട്ട് ഓഗസ്റ്റ് വരെ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഫ്ലവറിംഗ് സീസൺ ഉള്ളത്, കൾട്ടിവേഷൻ ചെയ്യുന്നത്. അപ്പൊ അത് പോയിട്ട്, അത് ഏറ്റവും മുകളിൽ അവിടെ നിന്നുള്ള വ്യൂവും ഭയങ്കരമാണ്. അപ്പൊ അത് പോയിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഇതുപോലെ അത് സ്പ്രിംഗ് ആണെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ വിന്ററോ എല്ലാം ആണെങ്കിൽ എനിക്ക് സ്പിറ്റി വാലി പോകണമെന്ന് ഭയങ്കര, അത് ഇതാ നമ്മുടെ ഹിമാചൽ പ്രദേശാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നു. ഈ ഹെയർ ഹോളിഡേയ്സ് എന്നുള്ള പേരിലേക്ക് എങ്ങനെയാ വന്നത്? ഹോളിഡേയ്സ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഈ ഫോട്ടോഗ്രാഫിയും എല്ലാം ഹവീനയുടെ ഹെച്ച് വെച്ചിട്ട്, ഹെവൻസ് ഫോട്ടോഗ്രാഫി, ഹെവൻസ് ആർമി, ഞാൻ ശരിക്കും ഈ പ്രകൃതി കുറച്ച് റീസൈക്ലിംഗ് അപ്സൈക്ലിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഹെവൻസ് ആർമി, ഭൂമിയുടെ കാവൽപ്പട. അപ്പം അതും എല്ലാം ഞാൻ ഈ ഹെച്ച് വെച്ചിട്ട്, ഹവീനയുടെ ഹെച്ച് വെച്ചിട്ട് പേരിടുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ആദ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹെച്ച് വെച്ചിട്ട് എനിക്ക് പേരൊന്നും കിട്ടാന്നില്ല, ഞാൻ വാൻഡർ വുമൻ ഇന്ത്യ എന്ന് ഹോളിഡേയ്സിന് പേരിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാൻഡർ വുമൻ ഇങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ കമ്പനി ഉണ്ട്. അപ്പൊ കോപ്പിറൈറ്റ് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ വാൻഡർ വുമൻ അല്ലേ? വാൻഡർ വുമൻ ഇന്ത്യ. അപ്പം അങ്ങനെ ഇട്ടിട്ട് പേരിട്ടു. അത് കഴിഞ്ഞിട്ടാണ് മാറ്റിയിട്ടാണ് ഞാൻ ഹോളിഡേയ്സ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അതൊരു സിമ്പിൾ ആണ്. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ സിമ്പിൾ ഇല്ലേ, കാര്യം മനസ്സിലാവും, പെമ്പിള്ളേർക്കുള്ളതാ, ട്രാവലാ മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് ഹോളിഡേയ്സ് പേരിടുന്നത്. അപ്പം ഇനിയിപ്പം ഒരു പക്ഷെ ചിലപ്പം നാളെ എല്ലാ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലേക്ക് ഗ്രൂപ്പ് ട്രാവൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ ഹെയർ ഹോളിഡേയ്സ് എന്നുള്ള പേരൊരു വലിയ തടസ്സമാവും. അത് ഞാൻ പേര് മാറ്റിയിട്ട് വേറെ അല്ല, ഐ മീൻ ഹെയർ ഹോളിഡേയ്സ് അങ്ങനെ തന്നെ വെക്കും. അതൊരു സബ്വിങ് ആയിട്ട് നിർത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ. ഇപ്പൊ ഞാൻ ആക്ച്വലി വേറൊരു ഇപ്പം ട്രാവൽ സ്റ്റോറീസ് കേൾക്കാൻ വേണ്ടി മലയാളീസ് ഹൂ വാണ്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി അതിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാരെ ട്രാവലേഴ്സിനെ കണ്ടു കഴിയുമ്പോൾ മേ ബി അതിന്റെ ഭാഗമായിട്ട് ട്രിപ്സ് നടത്താം. അപ്പൊ അത് ഓൾറെഡി ഞാൻ കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോളിഡേയ്സിൽ ഇപ്പം കൊറോണ ആയിക്കൊണ്ട് പണിയൊന്നും ഇല്ലല്ലോ. അപ്പം വെറുതെ വീക്കെൻഡ്സ് ഈ ലൈവ് സെഷൻ ഞാൻ ആരെങ്കിലും നല്ലോണം ട്രാവൽ ചെയ്യുന്ന പെമ്പിള്ളാരെ ബാക്കി പെമ്പിള്ളാർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ലൈവ് വന്ന സ്റ്റോറി, ട്രാവൽ സ്റ്റോറീസ് എന്നാണ് പേരിട്ടത്. അപ്പൊ അത് കേട്ടാണ് എനിക്കിപ്പോ കൂടുതൽ കഥ കേൾക്കാനുള്ള ഒരു ടെൻഡൻസി വന്നു. അങ്ങനെയാണ് ഞാൻ ഈ മലയാളീസ് വാണ്ടർ തുടങ്ങിയത്. അപ്പൊ അതാകുമ്പോൾ എല്ലാവരുടെയും കേൾക്കാം, അതിനകത്ത് കോമൺ ആയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വിളിക്കാം. അങ്ങനെ ഒരു ഇതിലിരിക്കുന്നു. ഗവൺമെന്റിന്റെ
എന്തെങ്കിലും സപ്പോർട്ടും ഒക്കെ ഉണ്ടോ ഇതിൽ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതിനാവും? ആക്ച്വലി തൽക്കാലം ഇല്ല, പക്ഷെ ഞാൻ പോയിട്ട് സംസാരിച്ചിരുന്നു. അതായത് നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഒരു റെസ്പോൺസിബിൾ ടൂറിസം ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് അതിന്റെ മേധാവികളോട് ഞാൻ സംസാരിച്ചിരുന്നു. നമുക്ക് ടൈപ്പ്, അപ്പൊ അവരെന്റെ അടുത്ത് കുറെ പേപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചാണ്. അപ്പൊ അവരുടെ ഒരു ആളായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ, അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേപ്പേഴ്സ് ഒന്നും ശരിയായില്ല. അപ്പോഴത്തേക്കും കൊറോണ എല്ലാം വന്നിട്ട് അതെല്ലാം ഇങ്ങനെ മുടങ്ങി കിടക്കുകയാണ്. അപ്പൊ അവര് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതിന്റെ ബാക്കി നോക്കണം. അല്ലാതെ വേറെ ടൈപ്സ് ഒന്നും അല്ല. ഞാൻ ആക്ച്വലി ഇത് ഒരു കമ്പനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനിയും അല്ല, ഞാനൊരു ഗ്രൂപ്പ് പോലെ വെച്ചിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നതും ബാക്കി ഈതർ ചിലപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്തിലൊരു ലോക്കൽ ഗൈഡ് ആയിരിക്കും, രജിസ്റ്റേർഡ് ഗൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒരു ട്രാവൽ കമ്പനിയുടെ പാക്കേജ് തന്നെ എടുത്തിട്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ ഒരു ക്യാമ്പ് ഓണറുടെ പാക്കേജ് എടുത്തിട്ടാവും. അങ്ങനെ വേറൊരാൾ വഴി ഞാനൊരു ഗ്രൂപ്പിനെയാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിന് ബാക്കി ഈ പറഞ്ഞ ഒഫീഷ്യലാക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇനി നോക്കണം. ഞാൻ ചെയ്തിട്ടില്ല, അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് സന്തോഷം ഹവീന റബേക്ക. നമ്മൾ ഒരുപാട് സംസാരിച്ചു. കുടുംബ പശ്ചാത്തലം, നിങ്ങൾ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. ഇപ്പൊ സന്തോഷകരമായ ഒരു ജീവിതം അത്യാവശ്യം ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഹവീനയുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ എല്ലാ കാലത്തും സന്തോഷവും സമാധാനവും ഉള്ളൊരു നല്ല ജീവിതം ഹവീനയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ, ഇതുപോലെ കുറച്ച് പേർക്കെങ്കിലും കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജീവിതം പൊരുതി നേടാനുള്ളതാണ് എന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഹവീന റബേക്കയും അവരുടെ ജീവിതാനുഭവങ്ങളും. സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ആത്മാഭിമാനം മാത്രമല്ല, ഉയർന്ന വിദ്യാഭ്യാസം കൂടിയാണ്. നിങ്ങളെ ആത്യന്തികമായി സ്വതന്ത്രയാക്കുന്നത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും ഉയർന്ന വിദ്യാഭ്യാസവും തന്നെയാണെന്നാണ് വീണ്ടും ഹവീന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹവീന റബേക്കയ്ക്ക് എല്ലാ ആശംസകളും.